ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കുകയാണെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആകില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഫ്രഞ്ച് ഫ്രൈസ് ചെയ്തത്. എനിക്ക് എന്തായാലും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടി കേട്ടോ. എനിക്ക് ടെൻഷനായിരുന്നു ഇത് കറക്റ്റ് ആവുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തേ ചെയ്തോളൂ. അഥവാ ഫ്ലോപ്പായി പോയാൽ എന്തോ ചെയ്യും. അപ്പം ഞാൻ ഒരു 3.5 ഉരുളക്കിഴങ്ങേ എടുത്തോളായിരുന്നു. പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല നീളമുള്ള ഉരുളക്കിഴങ്ങ് നോക്കി എടുക്കണേ. അതാകുമ്പോൾ നമുക്ക് പുറത്ത് നിന്ന് വാങ്ങുന്ന അതേ ലുക്കിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാവേ. തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ ഒരു പീലർ ഉപയോഗിച്ച് നല്ലതുപോലെ പീൽ ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ സൈഡ് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റണേ. എന്നാലേ നമുക്കത് നല്ല നീളത്തിന് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് നല്ല നീളത്തിന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നിങ്ങൾ അത് അത്യാവശ്യം ഒരു തിക്കായിട്ട് തന്നെ കട്ട് ചെയ്യണം. ഒരുപാട് തിന്നായി പോയി കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ ഈ സാധനം ആദ്യം തന്നെ ഒന്ന് ഡബിൾ ഫ്രൈ ആണ് ചെയ്യുന്നത്. ആദ്യം തന്നെ വറുത്ത് കോരുമ്പോഴത്തേനും ഒന്ന് ചുരുങ്ങും. പിന്നെ രണ്ടാമതും കൂടെ ആകുമ്പോഴത്തേനും നല്ലതുപോലെ അങ്ങ് ചുരുങ്ങിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ നല്ല അത്യാവശ്യം ഒന്ന് തിക്കായിട്ട് തന്നെ ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് തണുത്ത വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ഇട്ടേക്കാവേ. 5 മിനിറ്റ് കൂടുതലൊന്നും തണുത്ത വെള്ളത്തിൽ ഇട്ടേക്കണ്ട കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്റ്റാർച്ച് ഒന്ന് പോകാൻ വേണ്ടി നമ്മൾ ഈ തണുത്ത വെള്ളത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം ഒരു 3 വട്ടം നമുക്കല്ലാതെ സാധാ നോർമൽ വാട്ടറിൽ ഒന്ന് കഴുകിയെടുക്കണം. 3 വട്ടം മതി അത്. നമുക്കപ്പോൾ ഈ കഴുകിയെടുത്ത പൊട്ടറ്റോ നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാവേ. അത് ബോയിൽ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ ശ്രദ്ധിച്ചോണം, 4 അല്ലെങ്കിൽ 5 മിനിറ്റ് അതിൽ കൂടുതൽ വേവിക്കരുത്. പിന്നെ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടെക്സ്ചറേ അങ്ങ് മാറിപ്പോകും അങ്ങ്. അപ്പം വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് നിങ്ങളൊരു ടൈമർ വെച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം കറക്റ്റ് 4 to 5 മിനിറ്റ് അപ്പോഴും തന്നെ എന്നിട്ട് കോരി എടുത്ത് അധികം ആ വെള്ളത്തിൽ തന്നെ നമ്മൾ ഇട്ടേക്കരുത്. ഉടനെ തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റണവേ. നമ്മൾ ഈ വേവിച്ചെടുക്കുന്ന ഈ പൊട്ടറ്റോ ഇല്ലേ, നിങ്ങളൊരു ടവലോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ, ഒരു പാത്രത്തിനകത്തൊരു ടിഷ്യൂ അങ്ങനെ ഇട്ടിട്ട് അതിനകത്തോട്ട് നിരത്തി അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് വേറെ ടവലോ അല്ലെങ്കിൽ ഇത് കണക്ക് ടിഷ്യൂ വെച്ച് അതിൻ്റെ ഈർപ്പം ആ വെള്ളം എല്ലാം അങ്ങ് നല്ലതുപോലെ അങ്ങ് ഒപ്പിയെടുക്കണവേ. ഞാൻ ഇവിടെ ചെയ്യുന്നത് പോലെ ഒരു പാത്രത്തിനകത്തോട്ട് ടിഷ്യൂ 2 വിരിച്ചിട്ട് എന്നിട്ട് നമുക്ക് ഈ പൊട്ടറ്റോ തട്ടിയിട്ട് കൊടുക്കാവേ. എന്നിട്ട് നമുക്ക് വേറെ 2 ടിഷ്യൂ വെച്ച് ആ പൊട്ടറ്റോൻ്റെ പുറത്തെ വെള്ളമെല്ലാം നല്ലതുപോലെ അങ്ങ് ഒപ്പിയെടുക്കാവേ. അത് ഒരു വട്ടമല്ല 2-3 വട്ടം ഞാൻ ടിഷ്യൂ വെച്ച് നല്ലതുപോലെ വെള്ളമെല്ലാം ഒപ്പിയെടുത്ത് നല്ല ഡ്രൈ ആക്കി എടുത്തായിരുന്നു. പിന്നെ ഞാൻ ഈ റെസിപ്പി ചെയ്യുന്നതിന് മുന്നേ ഒരു 3-4 വീഡിയോസ് നോക്കിയായിരുന്നു കേട്ടോ. അതിലൊക്കെ അവർ ഫ്രീസറിൽ വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് ഫ്രൈ ചെയ്യുന്നത് കണ്ടു. പക്ഷേ ഇതങ്ങനെ ഫ്രീസറിലൊന്നും വെക്കണ്ട. നമ്മൾ ഇത് സംഭവം കാണുമ്പം ഭയങ്കര മെനക്കെട്ട പണിയാന്ന് തോന്നും, പക്ഷേ കാര്യം സിമ്പിളാണ് കേട്ടോ. നമുക്കിതിലെ വെള്ളമെല്ലാം ഒപ്പിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒപ്പിയെടുക്കുമ്പോൾ അതിനകത്ത് ടിഷ്യൂ ഒന്നും ഒട്ടിപ്പിടിച്ചിരിക്കരുത്. നല്ലതുപോലെ നോക്കിയിട്ട് വേണം പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഇട്ട് കൊടുക്കാവേ. കോൺഫ്ലോർ ഇട്ടിട്ട് നമ്മൾ കൈയൊന്നും ഉപയോഗിക്കേണ്ട, സ്പൂണും ഒന്നും ഉപയോഗിക്കേണ്ട. അത് ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ അതെല്ലാം കൂടെ അതിനകത്ത് നല്ലതുപോലെ അങ്ങ് മിക്സ് ആയിക്കോളുവേ. ഞാൻ ദാ ഈ ചെയ്യുന്നത് പോലെ തന്നെ അങ്ങ് പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് പാത്രത്തിൽ വെച്ച് തന്നെ നമുക്ക് കൈ വെച്ച് തന്നെ അങ്ങ് കുടഞ്ഞങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അതെല്ലാം നല്ലതുപോലെ അങ്ങ് മിക്സ് ആയിക്കോളും കേട്ടോ. എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സായി വരുമ്പോഴത്തേനും നമുക്കിനി ഫ്രൈ ചെയ്യാവേ. വെച്ചേക്കൊന്നും വേണ്ട, ഉടനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് വെജിറ്റബിൾ ഓയിലാണ് എടുക്കേണ്ടത്. വെളിച്ചെണ്ണയൊന്നും എടുത്ത് കളയല്ലേ. വെളിച്ചെണ്ണ എടുക്കുമ്പോഴത്തേന് നമുക്ക് ഒരു നാടൻ ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും വെജിറ്റബിൾ ഓയിലാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. അപ്പം ഇത് എനിക്ക് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ക്വാണ്ടിറ്റി കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ 2ആയിട്ടിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. എല്ലാം കൂടെ ഒരുമിച്ചൊന്നും ഇട്ട് കളയല്ലേ നിങ്ങൾ. പിന്നെ ഗ്യാസിൻ്റെ ഫ്ലെയിം എപ്പോഴും നിങ്ങൾ ഒരു ലോ ടു മീഡിയം ആ ഒരു രീതിയിൽ വെച്ചിരുന്നാൽ മതി. ഹൈ ആക്കി വെക്കരുത്. പിന്നെ ഇട്ട് ഒരു 5 മിനിറ്റ് അതിൽ കൂടുതൽ ഇട്ടേക്കരുത്. ഇട്ട് ഒരു 5 മിനിറ്റ് നിങ്ങൾ ടൈമർ വെച്ച് തന്നെ ചെയ്യുക. 5 മിനിറ്റിന് കൂടുതൽ വെച്ചേക്കരുത്. അപ്പോഴും തന്നെ കോരി അങ്ങ് എടുത്ത് മാറ്റണവേ.
ഒരു കാര്യം കൂടെ, നിങ്ങളിത് ബ്രൗൺ കളറൊന്നും ആകാൻ നിൽക്കരുത്. അത് രണ്ടാമത് ഫ്രൈ ചെയ്ത് എടുക്കുമ്പോഴത്തേന് നമുക്ക് ബ്രൗൺ കളർ ആവാവേ. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിനകത്തോട്ട് ടിഷ്യൂ അങ്ങനെ വിരിച്ചിട്ട് അതിനകത്തോട്ട് നീക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ സെറ്റ് ഇട്ട് കൊടുക്കാവേ. നിങ്ങൾ ഇതിൽ തോനെ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അത് 3 വട്ടമായിട്ടിട്ട് ചെയ്യണം. എനിക്ക് കുറച്ചേ ഉള്ളായിരുന്നുള്ളൂ, ഞാൻ കുറച്ചേ എടുത്തതുള്ളതുകൊണ്ട് രണ്ടായിട്ടിട്ടാണ് വറുത്തെടുക്കുന്നതേ. അപ്പോൾ ഇനി രണ്ടാമത്തേത് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവേ. രണ്ടാമത്തേത് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ 5 മിനിറ്റ് കൂടുതൽ ഇട്ടേക്കരുത്. ഒന്ന് ഫ്രൈ ആകുമ്പോഴത്തേന് നമുക്ക് കോരി പാത്രത്തിനകത്തോട്ട് നീക്കി വെക്കാം. ഇനി അടുത്ത സെക്കൻഡ് ഫ്രൈ എന്ന് പറയുന്നത്, നമ്മൾ ഈ ഫ്രൈ ചെയ്ത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത ഇത്രയും പൊട്ടറ്റോസ് ഇല്ലേ, ഇതൊരു 10-15 മിനിറ്റ് നമ്മളൊന്ന് ആ ചൂടൊന്ന് പോകാൻ വേണ്ടി വെച്ചേക്കണവേ. ഇതിപ്പോൾ വീഡിയോയ്ക്കകത്ത് ഞാൻ എടുത്തേക്കുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ ഉടനെ തന്നെ ഫ്രൈ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രമേ, നിങ്ങൾ ആ ചൂടൊന്ന് ആറിയതിന് ശേഷം മാത്രമേ അടുത്ത രണ്ടാമത്തെ ഫ്രൈ ചെയ്യാവുള്ളൂ. രണ്ടാമത്തെ ഫ്രൈ ചെയ്യുമ്പോഴത്തേന് നമ്മൾ എപ്പോഴും ഗ്യാസിൻ്റെ ഫ്ലെയിം ഹൈ ആക്കി തന്നെ വെച്ചേക്കണം കേട്ടോ. അതുപോലെ തന്നെ നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളറായി വന്ന് കഴിയുമ്പം നമുക്ക് കോരിയും എടുക്കാം. തീ കുറയ്ക്കുകയും ചെയ്യരുത് കേട്ടോ, എപ്പോഴും ഹൈ ആക്കി തന്നെ വെച്ചേക്കണം. അതായത് കണ്ടോ, ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് നമുക്ക് കോരി എടുത്തേക്കാവേ. ഇതിൽ കൂടുതൽ ഇട്ടേക്കരുത്, ഇതിൽ കൂടുതലാകുമ്പോഴത്തേന് കരിഞ്ഞ് ചുക്കി ചുളിഞ്ഞു പോവും. ഒരു സെറ്റ് നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കാവേ. അടുത്ത സെറ്റും സെയിം ഇതുപോലെ തന്നെ നല്ല ബ്രൗൺ കളറായി വരുമ്പോഴത്തേന് നമുക്ക് കോരിയെടുക്കണവേ. പിന്നെ നിങ്ങൾ ഫ്ലെയിം കുറയ്ക്കുകയും ചെയ്യരുത്, ഹൈ ആക്കി തന്നെ വെച്ചേക്കണം. നമുക്കറിയാമല്ലോ, സാധനം നമ്മൾ ചെയ്യുന്ന സാധനം നല്ല ക്രിസ്പി ആകുമ്പോൾ നമുക്കറിയാമല്ലോ, ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ ക്രിസ്പിയായി കിട്ടും കേട്ടോ. അപ്പം നമുക്കത് നോക്കി തന്നെ കോരിയെടുക്കണവേ. അങ്ങനെതായി രണ്ടാമത്തെ സെറ്റും പെട്ടെന്ന് തന്നെ നല്ലതുപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിനകത്തോട്ട് സെർവ് ചെയ്യാം. പിന്നെ നിങ്ങൾക്കിത് പ്ലെയിനായിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാം. പിന്നെ അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് തൂവി കൊടുക്കാവേ. ഞാൻ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ ചിലർ മുളക് പൊടിയോ അല്ലെങ്കിൽ ചാട്ട് മസാലയോ മാഗി മസാലയോ അതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവേ. ഞാൻ അതായത് എത്രത്തോളം ക്രിസ്പി ഉണ്ടെന്ന് ഞാൻ ഇതൊന്ന് കാണിച്ചു തരാവേ. അപ്പം ഈ സാധനം അടിപൊളിയായിരുന്നു കേട്ടോ. ചെയ്തങ്ങോട്ട് വെച്ചതേ ഓർമ്മയുള്ളൂ, പിള്ളേർ രണ്ടുപേരും കൂടെ വന്ന് അപ്പോഴേ തന്ന് അങ്ങ് തീർത്ത് കഴിഞ്ഞ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാവേ. ടാറ്റാ ബൈ ബൈ.